ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ആളുകൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ വിഗ്രഹം ഇനി പുതിയതുണ്ടാക്കിക്കണം. അന്ന് നിമിത്തത്തിൽ തടസ്സങ്ങളുണ്ടായെങ്കിലും അത് ഇങ്ങനെ ഒന്നാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് തന്നെ വേറെ വിഗ്രഹം കിട്ടാൻ വഴിയുണ്ടോ? നമുക്ക് വേണ്ട രീതിയിൽ ലക്ഷണമൊത്ത വിഗ്രഹം വേണം. അത് എവിടുന്ന് കിട്ടുമെന്ന് കരുതിയാ നമ്മൾ തേടുക. ഇവിടെ ഒരു ക്ഷേത്രം വേണ്ടെന്നാണോ ഭഗവാന്റെ തീരുമാനം? അറിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഭഗവാനെ കൃഷ്ണ, എന്ത് പരീക്ഷണം ഇത്? ഇത്രയൊക്കെ സഹിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? ഇവിടെ പഴയതുപോലൊരു ക്ഷേത്രം വീണ്ടും വരാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നഷ്ടപ്പെട്ടതൊന്നും തിരികെ കിട്ടാത്തതുകൊണ്ടല്ലേ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത്? എല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ ഇച്ഛ പോലെയാണെന്ന് എപ്പോഴും പറയുന്നതാ ഞാനും മുത്തശ്ശിയൊക്കെ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തിനാ ഭഗവാന്? എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അയ്യോ, അച്ഛാ, എന്താ മോളെ? അച്ഛാ, അവിടെ ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ, അവിടെ വിഗ്രഹമുണ്ട്. മുത്തശ്ശി, ഈശ്വര, കൃഷ്ണ, ഭഗവാനെ. ഭഗവാനെ. അത്ഭുതമാണെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഈ വിഗ്രഹം ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിവിടുത്തെ പഴയ വിഗ്രഹമാ. അല്ല, ഇത് കോടതിയിൽ നിന്ന് കളവ് പോയെന്ന് സി വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. കളവ് പോയതൊന്നും അല്ല, എല്ലാം ഭഗവാന്റെ ലീല തന്നെയാ. ഈ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത്. അതായി സംഭവിച്ചതിന്റെ എല്ലാ അർത്ഥം. കൃഷ്ണ, ഇത്രയും വലിയ സന്തോഷം തരാനായിരുന്നോ ഞങ്ങളെ വിഷമിപ്പിച്ചത്? അറിവില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്റെ ഭഗവാനോളം കൃപയും കരുണയും ആർക്കാ ഉള്ളത്? ഭഗവാനെ രക്ഷിക്കണേ. മീരയ്ക്കായി ഇന്നും വിഗ്രഹം ആദ്യം കാണാൻ ഭാഗ്യമുണ്ടായത്. മീര തന്നെ ഭഗവാനെ പൂജിക്കണമെന്നാ ഭഗവാന്റെ ആഗ്രഹമെന്ന് തോന്നുന്നു. ഉടനെ തന്നെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അതിനുശേഷം ഈ വിഗ്രഹത്തിൽ മുൻപ് ജപിച്ചിരുന്ന മൂലമന്ത്രത്തോടെ പ്രാണപ്രതിഷ്ഠ നടത്താം നമുക്ക്. ഇനി മുതൽ മീര തന്നെ ഭഗവാനെ പൂജിക്കട്ടെ. അത് മതി, അങ്ങനെ തന്നെയാ വേണ്ടത്.
प्रचोदयात् ॐ देविकानन्दनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णं प्रचोदयात् വിഗ്രഹം എങ്ങനെയായിരിക്കും അവിടെ എത്തിയത്? എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാ. നമ്മുടെയൊക്കെ പ്രാർത്ഥന കാണാതെ പോവാൻ അത്ര വലിയ തെറ്റൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ. എന്റെ മോള് ഭഗവാനെ പൂജിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം ആത്മാർത്ഥതയോടെയാണ്. മോളെപ്പോലെ നിസ്വാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഒരു ഭഗവാനും കണ്ണടയ്ക്കാൻ സാധിക്കില്ല. എനിക്കത് ഉറപ്പാ. ശരിയാ അച്ഛ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ഭഗവാൻ കേൾക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. എന്നെ ഭഗവാൻ കൈവെടിഞ്ഞോന്ന് പോലും ഞാൻ ഓർത്തു.
എൻ്റെ മോളെ അങ്ങനെ കൈവിടിയോ? സത്യം പറയാലോ, നമ്മൾ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ വിഗ്രഹം ലഭിക്കാതെ പോയപ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചു. മീരമോളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ സങ്കടം പുറത്ത് കാണിച്ചില്ല. ഓരോന്നും പറഞ്ഞ് മോളെ ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിൽ വേദനിക്കുകയായിരുന്നു. ഏതായാലും എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചല്ലോ. ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. അല്ല ഹരിയേട്ടാ, ഈ വിഗ്രഹം തിരികെ കിട്ടിയ വിവരം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണ്ടേ? അല്ലെങ്കിൽ അത് പ്രശ്നമാവില്ലേ? എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ആരുടെ നിന്ന് മോഷ്ടിച്ചെടുത്തൊന്നും അല്ലല്ലോ. നിയമത്തിന്റെ വഴിക്ക് തിരിച്ചു പിടിക്കാൻ പലതവണ ശ്രമിച്ചു, നടന്നില്ല. ഇപ്പോ എല്ലാം കണ്ടിരുന്ന ആ ശക്തി തിരികെ തന്നു. അങ്ങനെ കരുതിയാൽ മാത്രം മതി. അതെ, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത വിഗ്രഹം സമയത്ത് വരാതിരിക്കാനും അതേ സമയത്ത് തന്നെ ഇത് ക്ഷേത്രത്തിലെത്താനും കാരണം എന്താ? കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് ഈ വിഗ്രഹം തന്നെയായിരുന്നു. മനുഷ്യൻ എത്രയൊക്കെ തടസ്സം നിന്നാലും ഈശ്വരനിശ്ചയം എന്നൊന്നുണ്ട്. അതതുപോലെ മാത്രമേ നടക്കൂ. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി അത്. ആ ശക്തി അറിയാതെ ഒരില പോലും കൊഴിയില്ല. അതെ, അത് തന്നെയാണ് എൻ്റെ ശരി. ഏതായാലും കുറച്ച് ദിവസമായി മനസ്സിൽ കയറിയ വലിയൊരു ഭാരം ഇറങ്ങിപ്പോയല്ലോ. സമാധാനമായി. അതെ അതെ, മീരയുടെ കാര്യം ഓർത്ത് എനിക്ക് വലിയ സങ്കടമായിരുന്നു. മീര മാത്രല്ല, സാവിത്രിയമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണല്ലോ. ആ അതെ, എന്നെക്കാളും കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചിരുന്നതും മുത്തശ്ശിയാ. ജനിച്ച നാള് മുതല് ആ ക്ഷേത്രം കണ്ടല്ലേ മുത്തശ്ശി വളർന്നത്. എന്നിട്ടും അവിടെ പൂജ നടക്കുന്നത് കാണാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ അത് വലിയ സങ്കടമായേനെ. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ, അത് മതി. ഇനിയെങ്കിലും എൻ്റെ മോള് സമാധാനമായിട്ട് ഉറങ്ങണം. ആ വിഗ്രഹം നഷ്ടപ്പെട്ടത് മുതൽ മോൾ അനുഭവിച്ച സങ്കടവും പ്രയാസവും അച്ഛൻ നേരിൽ കണ്ടതാ. എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഭക്ഷണം പോലും കഴിച്ചെന്ന് വരുത്തി തീർത്തതേ ഉള്ളൂ. ദേ, ഇനി അതൊന്നും പറ്റില്ല. ആരോഗ്യം നോക്കണം. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. മീര മാത്രല്ല, ഹരിയേട്ടനും ഇതിന്റെ പുറകെ ഓടി ഓടി ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോ സമാധാനായില്ലേ? ഇനിയെങ്കിലും എന്തെങ്കിലും കഴിക്കണം, നന്നായിട്ട് റെസ്റ്റും എടുക്കണം. ഇന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. സാധാരണ കണ്ണടയ്ക്കുമ്പോൾ കരയുന്ന മീരമോളുടെ മുഖമാ മനസ്സിലേക്ക് വരാറ്. ആരെയും വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല. പക്ഷേ ഭഗവാൻ എൻ്റെ അടുത്തുനിന്ന് പോയപ്പോ മുതൽ ഞാൻ തനിച്ചായതുപോലെയായി. ഇന്ന് ആ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അച്ഛൻ പറഞ്ഞ പോലെ ഇന്നൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. എന്നാ എല്ലാരും പോയി റെസ്റ്റ് എടുക്ക്. ഇപ്പോ വിഷമങ്ങളൊക്കെ മാറിയില്ലേ? ചെല്ലുമോളെ. എടാ മോനെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ലമ്മേ, എന്തൊക്കെയോ അത്ഭുത ശക്തിയുള്ള വിഗ്രഹം തന്നെയാണത്. അത് ഉറപ്പാ? അല്ലെങ്കിൽ കൃത്യസമയത്ത് അതവിടെ എത്തുവോ? അതെ, ഇനി മനുവിന്റെ മരണത്തിന് പിന്നില് ഇതാവോ കാര്യം? നീ ചുമ്മാ പേടിപ്പിക്കല്ലേ സൂരജെ. ഞാൻ പറഞ്ഞത് സത്യമേ. എന്തോ ഭാഗ്യം കൊണ്ടാ നമ്മുടെ ജീവന് ആപത്തൊന്നും വരാതിരുന്നത്. അത് ശരിയാ. ഈ കണ്ടതൊക്കെ വെച്ച് നോക്കുമ്പോ നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരുപക്ഷെ മീര ഇവിടെ ഉള്ളതുകൊണ്ടാവും ഭഗവാൻ നമ്മളോട് ക്ഷമിച്ചത്. ഒന്നുമല്ലെങ്കിലും നമ്മൾ മീരയുടെ അമ്മയും സഹോദരനും അല്ലേ? അവളെന്നും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലേ? ആ പ്രാർത്ഥന ഭഗവാൻ കണ്ടില്ലെന്ന് വെക്കില്ല. സത്യത്തില് എനിക്ക് മീരയുടെ പ്രാർത്ഥനയും പൂജയും കാണുമ്പോ അവളോട് എനിക്ക് ദേഷ്യമായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോ ആകെ ഒരു പേടി. അമ്മ വെറുതെ അവൾക്കെതിരായിട്ട് ഒന്നും പറയാനോ ചെയ്യാനോ പോണ്ട. അതൊക്കെ നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. ഹരിയച്ചൻ പറയും പോലെ
ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ് മീര. ഭഗവാനെ, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നെ മോനെ ശിക്ഷിക്കരുതേ. മനോജൻ എന്താ ഇങ്ങനെ? എങ്ങനെ? നിങ്ങളല്ലായിരുന്നോ ഇന്ന് പൂജ നടത്തേണ്ടിയിരുന്നത്? അല്ല, മീരയായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. അതിനുള്ള അവകാശവും നിയോഗവും എല്ലാം അവക്ക് തന്നെയാ. എന്ത് നിയോഗം? കുടുംബത്തിലെ ആണുങ്ങളാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അല്ലാതെ പെണ്ണായ മീരയല്ല. നിന്നോടാരാ ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞെന്നെ? സ്ത്രീകൾ പൂജിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ചെയ്യാതെ മീരയെ കൊണ്ട് ചെയ്യിച്ചത് എനിക്ക് തീരെ ഇഷ്ടായില്ല. അതിന് നിന്റെ ഇഷ്ടത്തിന് ഇവിടെ എന്ത് പ്രസക്തിയാവുള്ളേ? എല്ലാ അർത്ഥത്തിലും മീരയ്ക്കുള്ള അധികാരം ഈ കുടുംബത്തിൽ മറ്റാർക്കും ഇല്ല. അതുകൊണ്ടാ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ വിഗ്രഹം മീരയുടെ കയ്യിൽ തന്നെ ഭഗവാൻ എത്തിച്ചത്. ഓ പിന്നെ എന്ത് പിന്നെ? മീര ഭഗവാനെ പൂജിച്ചു തുടങ്ങിയതിന് ശേഷമാണ് കുടുംബത്തിലെ ദോഷമൊക്കെ മാറിയത്, നമ്മളെല്ലാം നല്ല നിലയിലായതും. അത് നീ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. പക്ഷെ ഈ കാര്യത്തില് എനിക്ക് എതിരെ അഭിപ്രായ. മനോജറിനെ കൊച്ചാക്കിയതുപോലെയാ എനിക്ക് തോന്നിയത്. മനോജറിന്റെ താല്പര്യമില്ലെങ്കിൽ വിശാലില്ലായിരുന്നോ? മീരയെ പോലെ തന്നെയല്ലേ അവനും? എന്തായാലും ഒരു പെൺകുട്ടി ചെയ്യുന്നതിലും നല്ലതായിരുന്നില്ലേ? എന്റെ ധന്യം, നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയാണോ നിനക്ക്? സ്ത്രീകൾ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും പുരുഷന്മാരോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ മാത്രം അവരെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താ? സത്യം പറയാമല്ലോ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെണ്ണ് തന്നെ. സ്ത്രീ സമത്വത്തിന്റെ കാര്യമല്ല ഞാനിപ്പോ പറഞ്ഞത്. പല കാര്യങ്ങളിലും മനോജറിന്റെ ഭയമാണ്, ധൈര്യമായി മുന്നോട്ട് വരാനുള്ള പേടി. ആയിക്കോട്ടെ, എന്തായാലും വിധിയെ തടയാനും ചോദ്യം ചെയ്യാനും ഒന്നും ഞാനില്ല. മീര തന്നെ പൂജിച്ചോട്ടെ, അതാണ് അതിന്റെ ശരി. എന്ത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ധന്യേ, നീ കണ്ണടച്ചിരുട്ടാക്കരുത്. നിനക്കെല്ലാം വ്യക്തമായിട്ടറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം കാണണം, അതിന് ഇങ്ങനെ ഓരോന്ന് പറയുക. ഞാൻ പറഞ്ഞതിലൊക്കെ കാര്യം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നും. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതെന്റെ വിധി പോരെ. ഇനി ഇക്കാര്യത്തിൽ നീ എന്തൊക്കെ ന്യായം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും എന്റെ അഭിപ്രായം മാറാൻ പോകുന്നില്ല. ഇന്ന് ആ ചടങ്ങ് ഭംഗിയായി നടന്നതുപോലും മീരമോളുടെ ഐശ്വര്യം കൊണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആ, കറക്റ്റ് തിരിച്ചറിവാ. നന്നായിട്ടുണ്ട്. ഇപ്പോ ഭഗവാനെ കൃഷ്ണ, എന്തൊക്കെയാ ഇന്ന് കണ്ടത്? ഒന്നും വിശ്വസിക്കാനും വയ്യ. നേരിട്ട് കണ്ടതുകൊണ്ടൊന്നും വിശ്വസിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥയായി. അത് നമ്മൾ നോക്കിക്കാണുന്നതിന്റെ മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നം അമ്മേ. ഇന്ന് സംഭവിച്ചതിലൊക്കെ അത്ര അത്ഭുതം ഉണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിഷേധി, ആവശ്യമില്ലാത്തത് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നീ. കോടതി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്ത വിഗ്രഹമാണ് ക്ഷേത്രത്തിനകത്ത് എത്തിയത്. അത് ഭഗവാന്റെ ലീലയല്ലാതെ പിന്നെന്താ പറയുക? ഭഗവാന്റെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസക്കുറവുമില്ല. നല്ല ഭയഭക്തി ബഹുമാനമുള്ള കുട്ടിയാ ഞാനും. ആ, നിങ്ങളിപ്പോ എന്തിനാ ചിരിച്ചത്? എന്നെ കളിയാക്കി ചിരിച്ചതല്ലേ? നിങ്ങൾ ചിരിച്ചോ? കൺമുന്നിൽ കണ്ടത് സത്യമാണോ കൺകെട്ടാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. ആ വിഗ്രഹം മീരയും അവരുടെ ആൾക്കാരും ചേർന്ന് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുവച്ചിട്ട് നടത്തിയ നാടകമായിരുന്നു അത്. അല്ലെങ്കിൽ അടഞ്ഞു കിടന്ന ആ ശ്രീകോവിലിന്റെ വാതിലിൽ കൂടി അതിനകത്ത് വിഗ്രഹം ഉണ്ടെന്ന് മീര കണ്ടതെങ്ങനെയാ? അത് ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തതായിരിക്കും.